ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, സമാനതകളില്ലാത്ത വ്യക്തിവൈഭവത്തിൻ്റെ പരിശുദ്ധ വിചാരങ്ങളുടെ നിസ്വാർത്ഥമായ നിശബ്ദ സേവനങ്ങളെ ചരിത്രത്തിൻ്റെ വഴിധാരയിൽ അവശേഷിപ്പിച്ച് കടന്നുപോയ വിശുദ്ധനാണ് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി. തിരുസഭയിലെ പ്രശസ്ത വേദപാരംഗതനും സഭാ നിയമജ്ഞനും റിഡംപ്റ്ററിസ്റ്റ് സന്യാസ സഭയുടെ സ്ഥാപകനുമായ വിശുദ്ധ അൽഫോൻസസ് ലിഗോരിയുടെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ആദ്യമേ തന്നെ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. 1696 ഇറ്റലിയിലെ നേപ്പിൾസിൽ ഒരു പ്രഭു കുടുംബത്തിലാണ് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി ജനിച്ചത്. അതിബുദ്ധിമാനായിരുന്നു അദ്ദേഹം. കേവലം തൻ്റെ 16-ാം വയസ്സിൽ തന്നെ സിവിൽ സഭാ നിയമങ്ങളിൽ ഡോക്ടറേറ്റ് നേടുകയും പ്രശസ്തനായ ഒരു അഭിഭാഷകനായി മാറുകയും ചെയ്തു. അങ്ങനെ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു തോൽവി അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വരുന്നത്. ആ നിമിഷം തന്നെ ഈ ലോകത്തിലെ മഹത്വവും സമ്പത്തും എത്ര താൽക്കാലികമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. അഭിഭാഷക കുപ്പായം അഴിച്ചുവെച്ച് അദ്ദേഹം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞു, ലോകമേ, നിന്നെ ഞാൻ തിരിച്ചറിയുന്നു. ഇനി ഞാൻ നിനക്കായി ജീവിക്കില്ല, ദൈവത്തിനായി മാത്രം ജീവിക്കും. അങ്ങനെ 1726 വിശുദ്ധ അൽഫോൻസസ് പൗരോഹിത്യം സ്വീകരിച്ചു. വൈദികനായ ശേഷം അദ്ദേഹം വലിയ നഗരങ്ങളിലെ സുഖസൗകര്യങ്ങൾ തേടിപ്പോയില്ല. പകരം മലമ്പ്രദേശങ്ങളിലെ ആട്ടിടയന്മാരെയും പാവപ്പെട്ട കർഷകരുടെയും ഇടയിലേക്ക് ഇറങ്ങി. അവർക്കു വേണ്ടി സുവിശേഷം എത്തിക്കാൻ 1732 ദിവ്യരക്ഷക സഭ എന്ന സന്യാസ സഭ സ്ഥാപിച്ചു. ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ വിപ്ലവം പ്രശസ്തമാണ്. ചെറിയ തെറ്റുകൾക്കും വലിയ ശിക്ഷകൾ വിധിച്ചിരുന്ന അക്കാലത്തെ കഠിനമായ നിയമചിന്തകളെ അദ്ദേഹം മാറ്റിയെഴുതി. നിയമവും കരുണയും കൈകോർത്ത് പോകണം, ദൈവത്തിൻ്റെ സ്നേഹമാണ് പ്രധാനം എന്ന് പഠിപ്പിച്ച അദ്ദേഹത്തെ സഭ ഡോക്ടർ ഓഫ് മോറൽ തിയോളജി എന്ന് ബഹുമാനത്തോടെ വിളിച്ചു. 66-ാം വയസ്സിൽ സഭ അദ്ദേഹത്തെ ബിഷപ്പായി നിയമിച്ചു. രോഗപീഠകളിൽ അലഞ്ഞിരുന്നെങ്കിലും ജനങ്ങളെ സേവിക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. ആഡംബര കൊട്ടാരങ്ങൾക്ക് പകരം ലളിതമായി ജീവിതം നയിച്ച അദ്ദേഹം കഴുതപ്പുറത്തും കാൽനട യാത്ര ചെയ്ത് ഗ്രാമങ്ങളിലെ ദരിദ്രരെ സന്ദർശിച്ചു. ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരു പീപ്പിൾസ് ബിഷപ്പായിരുന്നു അദ്ദേഹം. തൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അന്നത്തെ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു. പാവപ്പെട്ടവർക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ 100-ലധികം ഗ്രന്ഥങ്ങൾ എഴുതി. ദിവ്യകാരുണ്യ സന്ദർശനങ്ങൾ, മറിയത്തിൻ്റെ മഹത്വങ്ങൾ, ക്രിസ്തുവിൻ്റെ സ്നേഹപരിശീലനം എന്നീ പുസ്തകങ്ങൾ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ വായിക്കുന്നു. കൂടാതെ ചിത്രങ്ങൾ വരയ്ക്കുകയും ക്രിസ്മസ് ഗാനങ്ങൾ ഉൾപ്പെടെ പ്രശസ്തമായ നിരവധി സംഗീതങ്ങൾ രചിക്കുകയും ചെയ്തു. ജീവിതത്തിൻ്റെ അവസാന 20 വർഷങ്ങൾ കഠിനമായ വാതരോഗത്താൽ അദ്ദേഹത്തിൻ്റെ കഴുത്ത് നെഞ്ചിലേക്ക് വളഞ്ഞുപോയി. മാസങ്ങളോളം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥനയും എഴുത്തും സജീവമായി തുടർന്ന അദ്ദേഹം 1787 ഓഗസ്റ്റ് 1 തൻ്റെ 91-ാം വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. പയസ് 7-ാമൻ മാർപ്പാപ്പ 1816 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും 1839 ഗ്രിഗറി 16-ാമൻ മാർപ്പാപ്പ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. പിന്നീട് സഭ അദ്ദേഹത്തെ ഡോക്ടർ ഓഫ് ദ ചർച്ചായും ഡോക്ടർ ഓഫ് പ്രെയറായും കുമ്പസാരക്കാരുടെയും ധാർമ്മിക ദൈവശാസ്ത്രജ്ഞരുടെയും സ്വർഗീയ മധ്യസ്ഥനായി ആദരിച്ചു. ഒരു വലിയ ദൈവശാസ്ത്രജ്ഞനാകാനും എഴുത്തുകാരനാകാനും പാണ്ഡിത്യം മാത്രം മതിയാകും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ ഒരു ഇടയൻ എന്നും ആടുകളുടെ മണമുള്ളവനായിരിക്കണം. ഈ ഒരു ബോധ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതാണ് വിശുദ്ധ അൽഫോൻസസ്. വിശുദ്ധ അൽഫോൻസസ് ലിഗോരിയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അനന്തമായ കരുണയെക്കുറിച്ചാണ്. കഠിനമായ നിയമങ്ങളെക്കാൾ പ്രാധാന്യം ഹൃദയത്തിൽ തട്ടുന്ന സ്നേഹമാണെന്ന് അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും തെളിയിച്ചു. അവിടുത്തെ ജീവിത സന്ദേശത്തെ ഏറ്റവും മനോഹരമായി വ്യക്തമാക്കുന്നത് തിരുവചനത്തിലെ ഈ ചില വരികളാണ്. ഞാൻ ബലിയല്ല, കരുണയാണ് ആഗ്രഹിക്കുന്നത്. നിയമത്തിൻ്റെ അക്ഷരങ്ങളിൽ
തങ്ങി നിൽക്കാതെ മനുഷ്യൻ്റെ ബലഹീനതകളെ സ്നേഹത്തോടും അനുകമ്പയോടും ചേർത്തണയ്ക്കാൻ വിശുദ്ധ അൽഫോൻസസിനെ നയിച്ചത് ക്രിസ്തുവിൻ്റെ ഈ വാക്കുകളാണ്. ദരിദ്രരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് കരുത്തായത് സങ്കീർത്തകൻ്റെ ഈ പ്രഖ്യാപനമായിരുന്നു. കർത്താവ് ഹൃദയം തകർന്നവർക്ക് സമീപസ്ഥനാണ്, മനമൊരുകുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. തൻ്റെ അറിവും കലയും പദവിയുമെല്ലാം പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വിനിയോഗിച്ച വിശുദ്ധ അൽഫോൻസസ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി മാറുകയെന്ന മഹത്തായ ദൗത്യമാണ് പൂർത്തിയാക്കിയത്. അദ്ദേഹം പഠിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭയമല്ല, മറിച്ച് ദൈവത്തിലുള്ള പ്രത്യാശയും സ്നേഹവും മുൻനിർത്തിയുള്ള ജീവിതമാണ് നയിക്കേണ്ടത്. അതിനായി വിശുദ്ധ അൽഫോൻസസിൻ്റെ വലിയ മാധ്യസ്ഥ്യം നമ്മെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.